നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ലിയോ മെസ്സി ക്യാമ്പ് നൗവിൽ തിരിച്ചെത്തി. എത്ര നാളുകൾക്ക് ശേഷമാണ്. അദ്ദേഹം വലിയ സന്തോഷത്തിലുമാണ്. ആ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് കുറിക്കുന്ന വാക്കുകളിൽ തന്നെ അതുണ്ട്. ഐ ഹോപ്പ് ഓൺ ഡേ ഐ ക്യാൻ കം ബാക്ക്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു നാൾ എനിക്ക് തിരികെ വരാൻ കഴിയുമെന്ന്. ഗുഡ് ബൈ പറഞ്ഞ്, ഒരു പ്ലെയർ എന്ന നിലയിൽ ഗുഡ് ബൈ പറഞ്ഞ് പോവാനല്ല, അതിനൊരിക്കലും പറ്റില്ല എന്ന തരത്തിൽ തന്നെ അദ്ദേഹം കുറിക്കുന്നു. യെസ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത്രയധികം ഇടം പിടിച്ച ആ മണ്ണിലേക്ക്, ആ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം വീണ്ടും എത്തി. എത്ര സുന്ദരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അവിടെ വെച്ച് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിയോ മെസ്സി തന്നെ ആ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട്, എൻ്റെ ആത്മാവ് കൊണ്ട് മിസ് ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് തിരികെ എത്തി. ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്ന ആ സ്ഥലം, അവിടെ ഒരുപാട് വട്ടം, ആയിരക്കണക്കിന് പ്രാവശ്യം നിങ്ങൾ എന്നെ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാക്കി മാറ്റി ആ സ്ഥലത്തേക്ക് ഞാൻ മടങ്ങിയെത്തി. ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു നാൾ എനിക്ക് തിരികെ വരാൻ പറ്റുമെന്ന്. അത് ഒരു പ്ലെയർ എന്ന നിലയിൽ ഗുഡ് ബൈ പറയാനല്ല, ആസ് ഐ നെവർ ഗോ ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ജോയൽ ലാപ്പോർട്ട കഴിഞ്ഞ ദിവസം ക്യാമ്പ് നൗവിലേക്ക് ആരാധകരെ പ്രവേശിപ്പിച്ച സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. ക്യാമ്പ് നൗവിലെ ഉദ്ഘാടന മത്സരത്തിൽ ലിയോ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ പറ്റിയാൽ താൻ വലിയ സന്തോഷവാനാകുമെന്ന്. അത് സാധിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ലിയോ മെസ്സി സ്പെയിനിലാണ് ഉള്ളത്. അതിൻ്റെ കാരണം നമുക്കറിയാം. അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ ക്യാമ്പ്, ഈ നവംബർ മാസത്തിലെ മത്സരത്തിനുള്ള ക്യാമ്പ് സ്പെയിനിലാണ്. പിന്നെ 10-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ അവിടെ അവരുടെ ക്യാമ്പ് ആരംഭിക്കുകയാണ്. പിന്നെ 14-ാം തീയതി അവർ അങ്കോളയിൽ പോയിട്ടൊരു കളി കളിക്കും. തിരികെ വീണ്ടും സ്പെയിനിൽ വന്ന് ട്രെയിനിങ് നടത്തും. അതാണ് പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്പെയിനിലെത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.